ുള്ള പ്രധാന ആഗോള വെല്ലുവിളികളിലും ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കും. കാനഡയിലെ കനാനാസ്കിസിൽ ജൂൺ 16 ആരംഭിച്ച ഉച്ചകോടി ഇന്ന് സമാപിക്കും. കൊച്ചിയിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ ജാമ്യാപേക്ഷ മാറ്റിവെച്ചു. കേസന്വേഷണവുമായി സഹകരിക്കുമെന്ന് ശേഖർ കുമാർ അറിയിച്ചിട്ടുണ്ട്. ജൂലൈ 3 ഹർജി വീണ്ടും പരിഗണിക്കുക. അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി മാറ്റിവെച്ചിരിക്കുന്നത്. പ്രതികളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ 2 ആഴ്ച വേണമെന്നാണ് DGP അറിയിച്ചത്. 4ാം പ്രതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിന്റെയും 2ാം പ്രതി വിൽസന്റെയും ഫോണുകളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനാണ് സമയം ചോദിച്ചിരിക്കുന്നത്. ഇത് 2ാം തവണയാണ് ഹർജി മാറ്റിവെക്കുന്നത്. അതേസമയം പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. വിവരശേഖരണത്തിന് മാത്രമാണ് അനീഷിനെ വിളിപ്പിച്ചതെന്നും അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇ ഡി വ്യക്തമാക്കിയതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. മലപ്പുറത്ത് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം. ദേശീയപാത 6 വരി പാതയിലാണ് സംഭവം. കോട്ടക്കലിലെ